കൊട്ടാരത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനു മുമ്പ് നമുക്കൊന്ന് തിരുവനന്തപുരം തക്കലയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ ആരംഭിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നവരാത്രി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് പഴയ തലസ്ഥാന നഗരിയിൽ നിന്ന് എല്ലാ ദേവീദേവന്മാരും അല്ലെ പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ആചാര പെരുമയും ഒക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് പുതിയ അനന്തപുരത്തേക്ക് അവര് നടന്ന് അടുക്കുകയാണ്. യെസ്, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. പ്രശാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. പ്രശാന്ത് പറയൂ. ശ്യാം, അല്പസമയത്തിനുള്ളിൽ ചടങ്ങുകൾ പുരോഗമിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് തക്കലയിലാണ്. തക്കലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തേവാരപ്പുരയ്ക്ക് സമീപത്താണ്. പത്മനാഭപുരം കൊട്ടാരത്തിന്റെ പുരയിലാണ്. തേവാരക്കെട്ട് സരസ്വതി ദേവി ക്ഷേത്രത്തിന്റെ സമീപത്താണ്. ഇവിടെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ഉപ്പിരിക്കൽ മാളികയിലേക്കുള്ള ഒരു കവാടം കാണുന്നത്. ഈ കവാടത്തിന്റെ ഉള്ളിൽ കവാടം കടന്ന് അകത്ത് ചെല്ലുമ്പോൾ ഉപ്പിരിക്കൽ മാളികയിലേക്ക് പ്രവേശിക്കും. അവിടെയാണ് ഈ ഉടവാൾ കൈമാറ്റം. പാരമ്പര്യമായിട്ട് നമ്മൾ ഈ തിരുവിതാംകൂർ രാജഭരണകാലത്ത് തൊട്ട് നടന്നു വരുന്ന ചടങ്ങാണ്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉടവാൾ കൈമാറ്റ ചടങ്ങ്. ആ ചടങ്ങ് നടക്കുക. അതിനുശേഷം ഉടവാൾ കൈമാറ്റ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പ്രതിനിധികൾ ഉൾപ്പെടെ ഇറങ്ങി വരികയും ചെയ്യും. അതിനുശേഷം തേവാരക്കെട്ട് സരസ്വതി ദേവി ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കും. ചടങ്ങുകൾ നടന്നതിന് ശേഷം പിന്നീട് ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്ന അടക്കമുള്ള ചടങ്ങുകളും ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. വലിയ രീതിയിലുള്ള ജനങ്ങളും ഭക്തരും അടക്കം ഈ ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഈ തേവാരക്കെട്ട് സരസ്വതി ദേവി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, വലിയൊരു പാരമ്പര്യവും പൈതൃകവും ഒക്കെ അടങ്ങുന്നതാണ് ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര എന്ന് പറയുന്നത്. തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം ഈ ഘോഷയാത്രയ്ക്കുണ്ട്. തുടക്കം, അതായത് ഇത് വിഗ്രഹ ഘോഷയാത്രയുടെ തുടക്കം കുറിക്കുന്നത് ഈ അകമ്പടി സേവിക്കുന്ന 300 നങ്കിയുടെ എഴുന്നള്ളത്തോടു കൂടിയാണ്. അത് ശുചീന്ദ്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ശുചീന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച യാത്ര കഴിഞ്ഞ ദിവസം ഈ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ എത്തുകയും അവിടെ വിശ്രമിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അതിൻ്റെ രണ്ടാം യാത്ര ആരംഭിക്കുന്നത്. രണ്ടാം യാത്രയോടനുബന്ധിച്ചിട്ടുള്ള യാത്രയാണ്. അതായത് സരസ്വതി ദേവിയുടെ എഴുന്നള്ളത്താണ് ഇതിനകത്ത് പ്രാധാന്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ സരസ്വതി ദേവിയുടെ എഴുന്നള്ളത്തിന് മുന്നോടിയായിട്ടാണ് അകമ്പടി സേവിക്കാനായിട്ടാണ് വേളിമല കുമാരസ്വാമിയും അതോടൊപ്പം തന്നെ ഈ 300 നങ്കിയും 300 നങ്കിയുടെയും എഴുന്നള്ളത്തുണ്ടാകുക. അതിന് മുന്നോടിയായിട്ടാണ് ഈ സരസ്വതി ദേവിയുടെ എഴുന്നള്ളത്തുണ്ടാകുക. അല്പസമയത്തിനുള്ളിൽ ഉടവാൾ കൈമാറ്റം കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ചടങ്ങുകളുണ്ടാകും. ക്ഷേത്ര തേവാരക്കെട്ടിൽ നിന്നും ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്ന ചടങ്ങുകളുണ്ടാകും. പുറത്തെഴുന്നള്ളിക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം ഈ പോലീസ് നൽകുന്നൊരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. അതിനുശേഷം പുറത്തേക്ക് വീണ്ടും എത്തുകയും അവിടെ ആനപ്പുറത്ത് ദേവി എഴുന്നള്ളിച്ച് മുന്നോട്ട് പോകും. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ മുൻവശത്തേക്ക് എത്തും. അവിടെയും ചടങ്ങുകളുണ്ടാകും. ആചാരപരവും അനുഷ്ഠാനപരവുമായിട്ടുള്ള ഒട്ടേറെ ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ചടങ്ങിന് തന്നെ സാക്ഷിയാകാൻ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. വലിയ ഒരു ചടങ്ങ് തന്നെയാണ്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തലസ്ഥാനത്താണ് ഇത് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഈ എഴുന്നള്ളത്തും അതോടൊപ്പം തന്നെ സരസ്വതി ദേവിയുടെ എഴുന്നള്ളത്തും 300 നങ്കിയുടെയും വേളിമല കുമാരസ്വാമിയുടെയും എല്ലാം എഴുന്നള്ളത്ത് ഇതിനോടൊപ്പം ഉണ്ടാകും. അങ്ങനെ ഈ എഴുന്നള്ളത്ത് എല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. ഇനി ഉള്ള 2 ദിവസങ്ങൾ കൂടി ഈ യാത്ര ഇവിടെ നിന്ന് തുടരുകയും ചെയ്യും. ഇന്നത്തെ ദിവസത്തെ യാത്ര തുടങ്ങുന്നത് ഈ സരസ്വതി ദേവിയുടെ എഴുന്നള്ളത്തോടു കൂടിയാണ്. സരസ്വതി ദേവിയെ പുറത്തുള്ള വർഷത്തിലൊരിക്കലാണ് ഈ ആഘോഷം നടക്കുക. സരസ്വതി ദേവിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. ആചാരപരമായിട്ട് തന്നെ വരവേറ്റുകൊണ്ട് പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ രാജപ്രൗഢി ഒട്ടും കുറയാതെ തന്നെ ആചാരപരമായിട്ട് വരവേറ്റുകൊണ്ടാണ് ഈ രാജവീതിയിലൂടെ തന്നെ ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത്. അതിന് മുന്നിൽ വെള്ളിക്കുതിരയുണ്ടാകും. അകമ്പടി സേവിക്കുന്ന വെള്ളിക്കുതിര മുന്നോട്ട് പോയി ഈ യാത്രയുടെ വരവറിയിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ഈ എഴുന്നള്ളത്ത് ദേവിയുടെയും കുമാരസ്വാമിയുടെയും 300 നങ്കിയുടെയും അടക്കമുള്ള എഴുന്നള്ളത്തുകൾ മുന്നോട്ട് പോകുക. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം ഭക്തർ ഈ രഥയാത്രയെ വരവേൽക്കുവാൻ കാത്തു നിൽക്കും. ദീപങ്ങളാലും അതോടൊപ്പം തന്നെ കർപ്പൂരം ഒഴിഞ്ഞും ആരതി ഒഴിഞ്ഞും അടക്കമുള്ള ഭക്തി നിർഭരമായിട്ടുള്ളൊരു ആഘോഷ ചടങ്ങുകളോടുകൂടി തന്നെയായിരിക്കും ഈ ഭക്തരും രാജവീതിയുടെ ഇരു ഭാഗങ്ങളിലും രഥഘോഷയാത്രയെ വരവേൽക്കാൻ നിൽക്കുക. അങ്ങനെ ആ ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഉപ്പിരിക്കമാളികയിൽ കൈമാറ്റ ചടങ്ങ് നടന്നു എന്നാണ്. അവിടേക്ക് പ്രവേശനമില്ല. അതായത് ഈ കൊട്ടാരത്തിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികളും അടക്കമുള്ള ഒരു എണ്ണപ്പെട്ട 10ഓളം വരുന്ന
ആളുകൾക്ക് മാത്രമാണ് അവിടേക്ക് പ്രവേശനമുള്ളത് ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ. അതിനുശേഷം പുറത്തേക്ക് എത്തുമ്പോൾ അല്പസമയത്തിനുള്ളിൽ ഉടവാൾ കൈമാറ്റം നടന്നുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ മാത്രമാണ് ഭക്തർക്കടക്കമുള്ളവർക്ക് ഈ ഉടവാൾ കൈമാറ്റത്തിൻ്റെ മറ്റ് ചടങ്ങുകൾ അതിലേക്ക് പങ്കെടുക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും എല്ലാം കഴിയുള്ളൂ. എന്തായാലും വലിയ ഒരു ആഘോഷ ചടങ്ങുകൾ തന്നെയാണ് നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന വിഗ്രഹ ഘോഷയാത്ര എന്ന് പറയുന്നത്. ഒട്ടേറെ ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത് ഈ ഒരു ധന്യമായിട്ടുള്ള മുഹൂർത്തം ഇതിനെ സാക്ഷ്യം വഹിക്കാൻ. മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കലാണ് ദേവി പുറത്തിറങ്ങി ഇങ്ങനെ ആനന്ദപുരിയിലേക്ക് യാത്ര ചെയ്യുന്നത്. അത് തന്നെ ഒരു വലിയ മുഹൂർത്തവും വലിയ തന്നെ ഒരു ആനന്ദത്തിൻ്റെ ഒരു അനുഭൂതി കൂടിയാണ് ഭക്തർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുഹൂർത്തം സാക്ഷിയാക്കണമെന്നത് തിരുവിതാംകൂറുകാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് മലയാളികളായിട്ടുള്ള എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യമുണ്ടായാലും ശരി ഇവിടേക്ക് എത്തിച്ചേരുവാനും ഈ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവർ കാത്തു നിൽക്കും. അത് എല്ലാ കൊല്ലവും ഓരോ വർഷവും എത്തുന്ന ഭക്തനും അടുത്ത കൊല്ലം എത്തണമെന്നും ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കണമെന്നും എല്ലാം അവർ ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എത്തുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് തേവാരക്കെട്ടിലാണ്. തേവാരക്കെട്ട് സരസ്വതി ദേവിയാണ്. പണ്ട് തിരുവിതാംകൂർ രാജഭരണകാലത്ത് രാജാക്കന്മാർ അവരുടെ കുലദേവതയായിട്ട് വെച്ച് ആരാധിച്ചു വന്നതാണ് ഈ സരസ്വതി ദേവിയെ. ഈ സരസ്വതി ദേവിയാണ് പിന്നീട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചുകൊണ്ട് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പൂജയും ചടങ്ങുകളും അങ്ങനെയുള്ള എല്ലാ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളടക്കം നടക്കുകയും ചെയ്യുന്നതെല്ലാം ഇവിടെ വെച്ചിട്ടാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിക്കൊണ്ട്, അതായത് ഉടവാൾ കൈമാറ്റം അടക്കമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിക്കൊണ്ട് പ്രതിനിധികൾ പുറത്തേക്ക് വരും. അതിൻ്റെ ഒരു കാത്തിരിപ്പിൽ കൂടിയാണ്. അതിനുശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ കൂടി ആരംഭിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന സഞ്ചയം അടക്കം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഈ സുരക്ഷയ്ക്കായി സന്നിഹിതരായിട്ടുണ്ട്. വലിയ സുരക്ഷയും കനത്ത സുരക്ഷയുമാണ് ഈ യാത്രയോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴുതടത്തൊരു സുരക്ഷയും ഏർപ്പാടാക്കുന്ന ഒരു സാഹചര്യം എത്തുന്നുണ്ട്. എന്തായാലും പാരമ്പര്യവും സമന്വയിക്കുന്ന നവരാത്രി ഘോഷയാത്രയാണ്. ആചാരവും ഭക്തിയും ജനകീയ പങ്കാളിത്തവും ഒരുമിക്കുന്ന ഒരു ആഘോഷവേള. പത്മനാഭപുരത്ത് നിന്ന് അനന്തപുരിയിലേക്ക്, കൽക്കുളം പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്ന് സരസ്വതി ദേവി, വേളിമല കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമി, ശുചീന്ദ്രത്ത് നിന്ന് 300 നങ്ക. വിദ്യയുടെയും സുകുമാര കലകളുടെയും മൂർത്തിയായ സരസ്വതി ദേവി ആയുധപൂജയ്ക്ക് വെള്ളിക്കുതിരയേറി ദേവസേനാധിപനായ മുരുകൻ, ശക്തിപൂജയ്ക്ക് 300 നങ്ക. നവരാത്രി പൂജയുടെ ഉദാത്തമായ ദേവസങ്കല്പം. എനിക്ക് തോന്നുന്നു ഇതൊരു ആചാരപ്പെരുമയുടെ ഒരു വലിയ ഒരു ഉദ്ഘോഷിച്ചുകൊണ്ട് പെരുമ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള വലിയ ആഘോഷം. അതിലുപരി ഒരു വലിയ ജനകീയ പങ്കാളിത്തം കൂടി ഉണ്ടാകുന്നു. ഇത് വിശ്വാസത്തിന് അപ്പുറത്തേക്ക് വലിയ കൂട്ടായ്മയുടെ ഒരു ഉത്സവമായിട്ടും മാറുന്നൊരു സാഹചര്യം അല്ലേ പ്രശാന്ത്? തീർച്ചയായും ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയൊരു ആഘോഷം എന്നത് അതിനപ്പുറത്തേക്ക് ഒരു വലിയ ജനകീയ കൂട്ടായ്മ കൂടി ഇതിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ യാത്ര ആരംഭിക്കുന്നത്, അതായത് സരസ്വതി ദേവിക്ക് അകമ്പടിയുടെ ഭാഗമായിട്ടാണ് 300 നങ്ക എഴുന്നള്ളുന്നത്. അതായത് ശുചീന്ദ്രത്തിൽ നിന്നും മുൻ ഉദിത്ത നങ്കൈ എന്നാണ് അതിന് 300 നങ്കയെ പറയുന്നത്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അതിനെ കുണ്ടടി നങ്ക എന്നടക്കമുള്ളൊരു നാമത്തിൽ കൂടി നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ മുൻ ഉദിത്ത നങ്കൈ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ആദിപരാശക്തി എന്നൊരർത്ഥം കൂടി വ്യാഖ്യാനിക്കാം. അങ്ങനെ ആ 300 നങ്കയുടെ എഴുന്നള്ളത്തോടു കൂടിയാണ് ഈ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ശുചീന്ദ്രത്തു നിന്നും ഈ രഥയാത്ര ആരംഭിക്കുന്നത് മുതൽ തന്നെ രാജവീഥികളുടെ, അതായത് ഈ രാജവീഥിയുടെ വശങ്ങളിലും ഭക്തർ കാത്തുനിന്ന് ഈ രഥഘോഷയാത്രയെ സ്വീകരിക്കും. അത് ആരതി ഒഴിഞ്ഞും അവിടെവിടങ്ങളിൽ വിളക്ക് കത്തിച്ചും ആരതി ഒഴിഞ്ഞും അടക്കം ഈ വിഗ്രഹ ഘോഷയാത്രയെ സ്വീകരിക്കും. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. ആ യാത്ര ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് അടുക്കുമ്പോൾ തന്നെ വലിയ ജനക്കൂട്ടം തന്നെ, ഭക്തജന സഞ്ചയം തന്നെ അവിടേക്കും കാണാൻ കഴിയുകയും ചെയ്യും. അങ്ങനൊരു ജനകീയമായിട്ടുള്ള ഉത്സവമായിട്ട് മാറുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം വരുമ്പോൾ 2 സംസ്ഥാനങ്ങളാകുന്നു. 2 സംസ്ഥാനങ്ങളുടെ ഒരു ഉത്സവം എന്ന നിലയിൽ കൂടി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ജനതയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനതയും എല്ലാം ഒന്നാകെ ഈ ഉത്സവത്തെ വരവേൽക്കുന്ന, ഈ ആഘോഷത്തെ വരവേൽക്കുന്നൊരു ഒരു അപൂർവ നിമിഷം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അനുഭൂതി കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനും കഴിയുന്നത്. അത്തരം ഒരു സാഹചര്യം കൂടി ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉത്സവത്തെ കാണുവാനും, അല്ലെങ്കിൽ ഈ ഒരു രഥഘോഷയാത്രയോട് അനുബന്ധിച്ചിട്ടുള്ള ഈ ഘോഷയാത്ര ചടങ്ങുകൾ അത് കാണുവാനും ഇവിടേക്ക് 2 സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ളവർ ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതും ഇത് കണ്ട് ആനന്ദ നിർവൃതി അടയുന്നതിനായി എത്തുന്ന
എത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എല്ലാ വർഷവും ഭക്തർ ഇവിടേക്ക് എത്തും. അല്പസമയത്തിനുള്ളിൽ ഉപ്പിരിക്കൽ മാളികയിൽ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ചടങ്ങുകൾക്ക് ശേഷം പുറത്തേക്ക് ഉടവാളുമായി പുറത്തേക്ക് പ്രതിനിധികൾ ഇറങ്ങും. അതിനുശേഷമാണ് നേരെ തേവാരക്കെട്ട് സരസ്വതി ദേവിയുടെ സന്നിധിയിലേക്ക് എത്തുന്നത്. അവിടെയും ചടങ്ങുകളുണ്ട്. ചടങ്ങുകൾക്ക് ശേഷം ദേവിയെ പുറത്തെഴുന്നള്ളിക്കും. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ, കേരള തമിഴ്നാട് സർക്കാരുകളുടെ ഗാർഡ് ഓഫ് ഓണർ അടക്കം ഉണ്ടാകും. തുടർന്ന് പുറത്തേക്ക് ഈ തേവാരക്കെട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വേളിമല കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആനപ്പുറത്ത് ദേവിയെ എഴുന്നള്ളിക്കുകയും ചെയ്യും. തുടർന്ന് പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ് ചെല്ലുന്നത്. കൊട്ടാരത്തിന് മുൻവശത്തും ചടങ്ങുകൾ ഉണ്ടാകും. ആ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും തുടർന്നുള്ള യാത്ര ആരംഭിക്കുക. എന്തായാലും അപൂർവ നിമിഷത്തിന് സാക്ഷിയാകുവാൻ നിരവധി പേരാണ് ഈ തേവാരക്കെട്ടിലേക്കും അതോടൊപ്പം തന്നെ തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിലേക്കുമെല്ലാം എത്തിയിരിക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം മതി ഈ ഉടവാൾ കൈമാറ്റ ചടങ്ങുകൾക്ക് ശേഷം പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട പ്രതിനിധികളടക്കമുള്ളവർ ഇറങ്ങി വരാൻ. അതുകൂടി കഴിയുന്നതോടുകൂടി ഏതായാലും ചടങ്ങുകളുടെ ഔദ്യോഗികമായിട്ടൊരു തുടക്കം. കഴിഞ്ഞ ദിവസമാണ് രഥഘോഷയാത്ര ആരംഭിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ സരസ്വതി ദേവിയുടെ എഴുന്നള്ളത്തോടു കൂടിയാണ് അതിൻ്റെ ഒരു തുടക്കമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ തുടക്കത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്യാം.